നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ഏറ്റവും വീണുപോയ അവസ്ഥയിൽ നിങ്ങൾ ഈശോയെ മുറുകെ പിടിക്കുന്നത് കണ്ട് അവിടെ നിന്ന് ഈശോ നിങ്ങളെ ആശ്വസിപ്പിച്ച് മുഖമേറ്റെടുത്ത് നിങ്ങളെ പൊക്കിയെടുക്കുന്നത് കണ്ടെങ്കിൽ അത് മറ്റൊരു വ്യക്തിക്ക് അയാൾ ഒരു ക്രിസ്ത്യാനി ആവണമെന്ന് പോലുമില്ല, ഒരു വിശ്വാസ ജീവിതം ഒന്നും ഫോളോ ചെയ്യുന്ന ഒരാളാവണമെന്നില്ല. അയാൾ ചിലപ്പോൾ അവിശ്വാസങ്ങളിൽ പെട്ടുപോയ ആളായിരിക്കാം, അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളായിരിക്കാം, ഒരുപക്ഷെ ദൈവവിശ്വാസം എന്നുള്ളത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരാളായിരിക്കാം, അതിനെക്കുറിച്ചൊന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളായിരിക്കാം, വിശുദ്ധ ഗ്രന്ഥത്തെ അറിവില്ലാത്ത ഒരാളായിരിക്കാം, ഒരു ധ്യാനപ്രസംഗങ്ങൾ കേൾക്കാനോ ഒരു ധ്യാനം കൂടാനോ പറ്റുന്ന സാഹചര്യമുള്ള ഒരാളായിരിക്കില്ല. പക്ഷെ അയാൾ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് ഈശോയുടെ മുമ്പിൽ അയാളുടെ ജീവിതം സറണ്ടർ ചെയ്താൽ ഒരു നിമിഷത്തേക്കെങ്കിലും ഞാൻ വിശ്വസിക്കുന്നേ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അവന്റെ ജീവിത സാഹചര്യത്തിൽ തകർന്നു നിൽക്കുന്ന അവസ്ഥയിൽ വിശ്വസിച്ച ആ ഈശോയെ, അവളെ ആശ്വസിപ്പിച്ച ആ ഈശോയെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല, പക്ഷെ ഈ കൂട്ടുകാരുടെ ജീവിതം കണ്ട് അവർ കയറി വന്നത് കണ്ട് ഞാനും വിശ്വസിക്കുന്നേൻ എന്നൊരാൾ പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യു ആർ ബിക്കമിങ് ദ ഫിഫ്ത്ത് ഗോസ്പൽ. നിങ്ങളൊരു 5ാമത്തെ സുവിശേഷമായിട്ട് മാറുകയാണ്. 4 സുവിശേഷങ്ങളെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ, 4 സുവിശേഷങ്ങളെ കണ്ടിട്ടില്ലാത്തവർ, വിശുദ്ധ ഗ്രന്ഥം കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്തവർ, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശോയെ നിങ്ങൾ മുറുകെ പിടിക്കുന്നത് കണ്ടെങ്കിൽ, അത് അവർക്കൊരാശ്വാസമായെങ്കിൽ, അവരതുവഴി ഈശോയിലേക്ക് വന്നെങ്കിൽ, നിങ്ങൾ 5ാമത്തെ സുവിശേഷം ഒരു സുവിശേഷമായിട്ട് നിങ്ങളും ഞാനും ഒക്കെ മാറും.